പ്രൊഫസർ PJ കുര്യൻ കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവാണ്, സംശയമൊന്നുമില്ല. പത്തനംതിട്ട ജില്ലയിൽ ഒരു കാലത്ത് മഹാമേരു പോലെ നിറഞ്ഞു നിന്ന ഒരാളാണ്. അദ്ദേഹത്തിന് സമീപകാലത്ത് വലിയ പ്രാധാന്യം കോൺഗ്രസിൻ്റെ സംഘടനാ രംഗത്തോ അല്ലെങ്കിൽ പാർലമെൻറ്റ് രംഗത്തോ ഒന്നും കിട്ടിക്കാണുന്നില്ല. അർത്ഥത്തിൽ ഒരു മുതിർന്ന സ്ഥാനത്ത് ഒരു കോൺഗ്രസിൻ്റെ ഒരു വാനപ്രസ്ഥം അല്ലെങ്കിൽ സന്യാസ സ്റ്റേജിലേക്ക് എത്തി നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം യുവജനങ്ങളെ സംഘടനാ സംവിധാനം ബലപ്പെടുത്തേണ്ട ആവശ്യകത പറഞ്ഞ് മനസ്സിലാക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. അതിന് തിരഞ്ഞെടുത്ത വേദി കോൺഗ്രസിന് തന്നെ വേദിയാണ്. അത് പുതിയ സംസ്ഥാന അധ്യക്ഷൻ വന്നതിന് ശേഷം ഓരോ ജില്ലകളിലും നടത്തുന്ന കോൺഗ്രസിൻ്റെ സംഗമം, അവിടെ ഇത് ഇൻ ക്യാമറ സെഷനാണ് എന്നാണ് പൊതുവെ മനസ്സിലാക്കിയത്. പക്ഷേ PJ കുര്യൻ കോൺഗ്രസിൻ്റെ അംഗങ്ങളോടായി പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ് ബലപ്പെടേണ്ടതിൻ്റെ ഒരു മണ്ഡലത്തിൽ അറ്റ്ലീസ്റ്റ് 25 പേരെങ്കിലും പുതിയതായി ചേർക്കപ്പെടേണ്ടതിൻ്റെ, ബൂത്തുകളിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് ബൂത്ത് മാനേജ്മെൻറ്റ് പ്രോപ്പറായിട്ട് നടക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചെല്ലാം വാചാലമായി സംസാരിക്കുന്നത് കണ്ടു. ഇവിടെ KPCC പ്രസിഡന്റിനെയും ജില്ലാ പ്രസിഡന്റിനെയും അതുപോലെ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റിനെയും എല്ലാം തന്നെ വേദിയിലിരുത്തിക്കൊണ്ടാണ് ഒരു ആത്മവിമർശനം എന്ന നിലയിൽ പറയുന്നത് യൂത്ത് കോൺഗ്രസ് കുറച്ചുകൂടി കാര്യക്ഷമമായി പ്രവർത്തിക്കണം. ഇവിടെ വരുന്ന 2 ചിന്താഗതികളുണ്ട്. ഒന്ന്, PJ കുര്യൻ ഒരു സ്പെൻഡ് ഫോഴ്സാണ്. അദ്ദേഹത്തിന് ഇനിയും ഉപദേശം, ഒരു മാർഗനിർദ്ദേശക മണ്ഡൽ എന്ന് പറയുന്ന പോലെ BJPയുടെ മാർഗനിർദ്ദേശക മണ്ഡൽ എന്നതുപോലെ കോൺഗ്രസിനെ തിരുത്താനുള്ള ഒരു ആർജവം അല്ലെങ്കിൽ അതേക്കുറിച്ച് നിർദ്ദേശങ്ങൾ കൊടുക്കുക, ഇളതലമുറക്കാർ അനുസരിക്കട്ടെ എന്നൊരു ചിന്ത. PJ കുര്യൻ ഒരിക്കലും ഒരു പാർലമെൻ്ററി വ്യാമോഹം ഇനിയും ഉണ്ടാവില്ല എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടരുണ്ട്. അതേസമയം മറ്റൊരു കൂട്ടർ അങ്ങനെയല്ല ചിന്തിക്കുന്നത്. അത് യൂത്തൊന്നും മൂത്തൊന്നുമുള്ള വ്യത്യാസമൊന്നുമില്ല. ഒരു കൂട്ടർ ചിന്തിക്കുന്നത് പ്രൊഫസർ PJ കുര്യന് ഒരു അംഗത്തിനുള്ള ബാല്യം കൂടിയുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സന്നദ്ധനാണ്, ഉണ്ടെങ്കിൽ അത് തിരുവല്ല സീറ്റാണ്. തിരുവല്ല സീറ്റ് നിലവിൽ കേരള കോൺഗ്രസിൻ്റെ സീറ്റാണ്. അത് വെച്ചുമാറി ആറന്മുള സീറ്റുമായി വെച്ചുമാറി തിരുവല്ല സീറ്റിലേക്ക് PJ കുര്യൻ മത്സരിക്കുന്നു അല്ലെങ്കിൽ മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്ന് കോൺഗ്രസിനുള്ള, PJ കുര്യൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല, പക്ഷേ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ, പത്തനംതിട്ട ജില്ലാ കോൺഗ്രസിനുള്ളിൽ അങ്ങനെ ചിന്തിക്കുന്ന ഒരു വിഭാഗമുണ്ട്. PJ കുര്യൻ സാറ് പറഞ്ഞ ആ ഒരു കാര്യം, വിമർശനം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിശക്തമായി ഒരു വിഭാഗം സോഷ്യൽ മീഡിയയിലൂടെ ഉൾപ്പെടെ പ്രൊഫസർ PJ കുര്യനെതിരെ രംഗത്ത് വരുന്നൊരു കാഴ്ചയാണ് കണ്ടത്. അതുകൊണ്ട് ഇവിടെ 2 കാര്യങ്ങളും ഒരുപോലെ തന്നെ പരിഗണിക്കേണ്ടതാണ്. ഒന്ന്, PJ കുര്യൻ സാർ സതുദ്ദേശപരമായി പറഞ്ഞതാണോ, പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ടാർഗറ്റ് ചെയ്യാൻ ഒരു ശ്രമം നടത്തിയോ പരിശോധിക്കേണ്ടതാണ്. കോൺഗ്രസ്സുകാർ കൂടുതലും പരിശോധിക്കേണ്ടതാണ്. കാരണം ഇതിന് പുറത്തു നിന്നും കാര്യങ്ങൾ കാണുന്നവർക്ക് അത്ര എളുപ്പമല്ലാതെ എന്തുകൊണ്ടാണ് എന്നത്. പക്ഷേ എനിക്ക് കിട്ടുന്ന ഒരു സൂചന അനുസരിച്ച് കോൺഗ്രസിൻ്റെ ഒരു സംഘടനാ തലത്തിലെ, ജില്ലാ തലത്തിലെ കോർ കമ്മിറ്റിയിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ കോർ കമ്മിറ്റി മീറ്റിങ്ങിൽ സജീവമായ ഒരു വിഷയമുണ്ടായി. അത് TK സജീവ് എന്ന കവിയൂർക്കാരൻ, അദ്ദേഹം റിബലായി നിന്ന് മത്സരിച്ച് ജയിച്ചയാളാണ്. അദ്ദേഹത്തെ കോൺഗ്രസിൽ എടുക്കുന്നതുമായി സംബന്ധിച്ച് ഏകദേശം ഒരു ധാരണയുണ്ടായി. പക്ഷേ ആ ധാരണയ്ക്ക് അനുകൂലമായിട്ടല്ല PJ കുര്യൻ പ്രവർത്തിച്ചത് അല്ലെങ്കിൽ പ്രതികരിച്ചത്. അങ്ങനെ PJ കുര്യൻ അവിടെ ഒറ്റപ്പെടുന്ന ഒരു കാഴ്ചയുണ്ടായി. അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിശക്തമായ TK സജീവന് അനുകൂലമായ ഒരു ശക്തമായ നിലപാടെടുക്കുകയും അത് മനസ്സിൽ തിളച്ചു കിടക്കുന്നു. അതുകൊണ്ടാണ് പ്രൊഫസർ PJ കുര്യൻ ഇങ്ങനെ ഒരു യൂത്ത് കോൺഗ്രസിനെ ടാർഗറ്റ് ചെയ്ത് മൊത്തത്തിലൊരു കാര്യം, കാരണം പ്രത്യേകിച്ച് ജീവൻ രക്ഷ അല്ലെങ്കിൽ വലിയ രീതിയിലെ മർദ്ദനം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന യൂത്ത് കോൺഗ്രസും KSUവിനും ഒക്കെ വലിയ രീതിയിൽ ഭരണകൂടത്തിൽ നിന്നും മർദ്ദനം ഏറ്റുവാങ്ങുന്ന സമയത്ത് അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം അവരെ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിൽ എന്തിനു പറഞ്ഞു എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിക്കുമ്പോൾ അതിലൊരു കാര്യമുണ്ട്. കാരണം പുതിയ നേതൃത്വമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് ശക്തമായി പ്രവർത്തിക്കുന്നു എന്നതാണ് പൊതുവെയുള്ള നിഗമനം. ശരി, അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ ഒരു നിലപാടെടുത്തതും. അതേസമയം ഒരു ഫയർ ഫൈറ്റിംഗ് എന്ന നിലയിൽ സീനിയർ നേതാക്കൾ രമേശ് ചെന്നിത്തല ആയിക്കൊള്ളട്ടെ, VD സതീശൻ ആയിക്കൊള്ളട്ടെ, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ആയിക്കൊള്ളട്ടെ, എല്ലാവരും ഒരു സമവായത്തിൻ്റെ രീതിയിൽ, കുര്യൻ സാറ് അതുക്കും മേലെ നിൽക്കുന്ന ഒരു സമുന്നതനായ നേതാവാണ്, അദ്ദേഹം അത് പറയുന്നുണ്ടെങ്കിൽ അതിനൊരു സംഘടനാ സംവിധാനം ബലപ്പെടുത്തുക എന്ന കാര്യം മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു കാര്യം ഇവിടെ വളരെ വ്യക്തമാണ്. PJ കുര്യനെ എതിരായി ഒരു വിഭാഗം പത്തനംതിട്ട ജില്ലയിൽ പ്രവർത്തിക്കുന്നു എന്നത് വളരെ കൃത്യമാണ്. കുറച്ചുകൂടി ഒരു ഘട്ടത്തിൽ ഒരു ലെവൽ കൂടെ കൂട്ടി ഞാൻ പറയാൻ നോക്കുകയാണ്. കോൺഗ്രസിന് നിലവിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്നും ഒരു ഉന്നത നേതൃത്വം കേരളത്തിനുള്ളിലില്ല.
ഉമ്മൻചാണ്ടി യുഗം അവസാനിച്ചു കഴിഞ്ഞു, ആന്റണി യുഗവും പ്രാക്ടിക്കലി അവസാനിച്ചു കഴിഞ്ഞു. അതുപോലെ തലപ്പൊക്കമുള്ള ഒരു നേതാവിനെ പ്രത്യേകിച്ച് മധ്യതിരുവിതാംകൂറിൽ നിന്നും ചൂണ്ടിക്കാണിക്കാൻ ഇന്ന് നിലവിൽ കോൺഗ്രസിനില്ല. ജൂനിയർ നേതാക്കൾ വളർന്നു വരുന്ന അനേകരുണ്ട്. പക്ഷെ ആ ഒരു സ്പേസ് ഫില്ല് ചെയ്യാൻ PJ കുര്യൻ സഭകളുടെ കൂടി, സമുദായങ്ങളുടെ കൂടി, ഓർത്തഡോക്സ് സഭ, പിന്നെ യാക്കോബായ സഭ, മാർത്തോമ സഭ, അദ്ദേഹം തന്നെ പ്രതിനിധാനം ചെയ്യുന്ന മാർത്തോമ സഭ, കത്തോലിക്ക സഭ ഉൾപ്പെടെ എല്ലാ സഭാവിഭാഗങ്ങളും NSSനും ഒക്കെ വളരെ സ്വീകാരനായ ഒരാളാണ് PJ കുര്യൻ. അങ്ങനെയെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എപ്പോഴും പരാജയപ്പെടുന്ന, കഴിഞ്ഞ 4-5 തെരഞ്ഞെടുപ്പിൽ അടുപ്പിച്ച് പരാജയപ്പെട്ട ഒരു സീറ്റ്, അത് തിരുവല്ല സീറ്റ് പിടിച്ചെടുക്കാൻ, UDFന് വേണ്ടി പിടിച്ചെടുക്കാൻ PJ കുര്യനെ നിയോഗിക്കണം എന്ന് സഭകളുടെയും സമുദായങ്ങളുടെയും ഭാഗത്തു നിന്ന് ഒരാവശ്യം വന്നാൽ അത് കേരള കോൺഗ്രസ് വിട്ടുകൊടുക്കാൻ തയ്യാറാണ് എങ്കിൽ, അതിന് പകരം ആറന്മുള സീറ്റ് മത്സരിക്കാൻ തയ്യാറാണെങ്കിൽ ശ്രീ PJ കുര്യൻ ഒരു ഫാക്ടറായി മാറും. മുഖ്യമന്ത്രി സ്ഥാനമൊന്നും ആയിരിക്കില്ല ഒരുപക്ഷെ പരിഗണനയിൽ, പക്ഷേ ഒരുപക്ഷെ സ്പീക്കർ സ്ഥാനമോ ഒരു മന്ത്രിസഭയിൽ ഒരു അംഗത്വവും എല്ലാം തന്നെ ഉണ്ട്. അപ്പോൾ ഇനിയും ഒരു അംഗത്തിന് ബാല്യം PJ കുര്യനുണ്ട്. അത് അംഗീകരിക്കാൻ കാലാകാലങ്ങളിൽ ഒഴിവാക്കപ്പെട്ട ഒരു വിഭാഗം ആളുകളുണ്ട് പത്തനംതിട്ട ജില്ലയിൽ. ബാബു ജോർജ് ഉൾപ്പെടെ DCC പ്രസിഡന്റ് ബാബു ജോർജ് ഉൾപ്പെടെ, ഫിലിപ്പോസ് തോമസ് സാർ ഉൾപ്പെടെ ഒരുപാട് പേര് പത്തനംതിട്ട ജില്ലയിലെ ക്രൈസ്തവരായ UDFന് അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാർ പല കാരണങ്ങളാൽ കോൺഗ്രസ് വിട്ടു പോകേണ്ടി വന്നിട്ടുണ്ട്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനുള്ളിൽ അവരുടെ എല്ലാം രോക്ഷം, അല്ലെങ്കിൽ അവരെ പിന്തുണച്ചിരുന്ന ഒരു വിഭാഗത്തിൻ്റെ രോക്ഷം പ്രൊഫസർ PJ കുര്യനെതിരെ ഉണ്ട്. അതുകൊണ്ട് ഇത് രണ്ട് രീതിയിലും കൂടി ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ് ശ്രീ വേണു. ഇത് PJ കുര്യൻ എന്ന വ്യക്തി, അദ്ദേഹത്തിന് ഇനിയും കുറച്ചു കാലം, ഒരു 4-5 വർഷം, 84-കാരനായ PJ കുര്യൻ അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 85-ന് പടിവാതിലാണ്. അപ്പോൾ 90 വയസ്സ് വരെയുള്ള കാലം അദ്ദേഹത്തിന് സജീവ രാഷ്ട്രീയത്തിൽ നിലനിൽക്കാനാവുമോ എന്നൊരു ചോദ്യമുണ്ട്. അതേക്കുറിച്ചൊരു വ്യക്തമായ നിഗമനം ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഇല്ലാത്തത് കൊണ്ടാണ് PJ കുര്യനെതിരെ, അദ്ദേഹം നടത്തുന്ന ഈ പ്രസ്താവനകൾക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരുന്നതും ചിലരെങ്കിലും ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതും. അതുകൊണ്ടാണ് ശ്രീ വേണു എന്നാണ് എൻ്റെ വിശ്വാസം.